എന്താ ഒരു വല്ലായ്മ? ഏയ്, തന്റെ മോളുടെ വിവാഹം തനിക്ക് ഇഷ്ടമുള്ള ഒരാളുമായി ഫിക്സ് ചെയ്യുന്നതിൽ എനിക്ക് ഇന്നലെ വല്ലായ്മ. മക്കൾ തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ബലക്ഷയം സംഭവിക്കാൻ പോകുന്നില്ല. ഈ മാസം 27-ാം തീയതിയാണ് വിവാഹം. ഞാനും ഗോമതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് തന്നെ കുടുംബത്തെ ക്ഷണിക്കാൻ. അകത്തേക്ക് പ്രവേശിക്കാമോ? വരൂ. ഹരിപ്രസാദ്, ഗീതാഞ്ജലിയുടെ ഭാവി വരൻ. ഇത് ശ്രീമാൻ നമ്പ്യാർ. നമസ്തേ. നിങ്ങൾ മ്യൂസിക് ട്രൂപ്പിലുണ്ടായിരുന്ന ആളല്ലേ? അയ്യോ, അതെന്റെ അനുജൻ ഗിരിപ്രസാദാണ്. പലർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇവർ ഇരട്ടകളാണ്. ആ കള്ളന്റെ ചേട്ടനാണല്ലേ? അപ്പൊ ഇവൻ പെരുങ്കള്ളനായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആ വിവാഹം നടക്കില്ല. എന്റെ മകൻ തന്നെയായിരിക്കും ഗീതാഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. മുൻപ് ഇവന്റെ അനിയൻ നമ്മളെ പറ്റിച്ചു. ഇപ്പോൾ ഇവൻ കാരണം നമുക്ക് വന്നു ചേരേണ്ട ഗൗരീദാസന്റെ വൻപിച്ച സ്വത്ത് കൈവിട്ടുവാൻ പോകുന്നു. അത് അനുവദിച്ചുകൂടാ. എന്താ ചെയ്യേണ്ടെന്ന് ബോസ് പറഞ്ഞാൽ മതി. എന്തും ചെയ്യാം, പക്ഷേ തെളിവുകൾ അവശേഷിക്കരുത്. ടൈം ബോംബ് ട്രൈ ചെയ്താലോ? ആയിക്കോട്ടെ, അതൊക്കെയല്ലേ ഇപ്പോഴത്തെ ഫാഷൻ. ഹരിപ്രസാദ് കൃത്യം 9 മണിക്ക് ഓഫീസിലേക്ക് തിരിക്കുമെന്നല്ലേ ഡാനിയൽ പറഞ്ഞത്? എന്നും ഓഫീസിലേക്ക് നടന്നാണ് അവൻ പോകാറുള്ളത്. 35-40 മിനിറ്റ് എടുക്കും സാധാരണഗതിയിൽ ഓഫീസിലെത്താൻ. ദാറ്റ് മീൻസ് വഴിയിൽ വെച്ച് തന്നെ സംഗതി ക്ലോസ്. പിന്നെ അവന്റെ ബോഡി പോലും തിരിച്ചറിയാൻ പറ്റില്ല. അവന്മാർ ഇരട്ടകളാണ്, അതുകൊണ്ട് മാറിപ്പോരുത്. ഖദർ ധരിച്ചവനാണ് നമ്മുടെ ഇര. ഊർമിളെ, ഞാൻ ഇറങ്ങാണ്. ഹരിപ്രസാദ് അല്ലേ? അതെ, ഞാൻ മിസ്റ്റർ എം എൻ നമ്പ്യാരുടെ അഡ്വക്കേറ്റ് തോമസ് മാത്യു സാറിന്റെ ജൂനിയറാ. ഇവിടെ അടുത്താ താമസം. ഗൗരിദാസൻ സാറും എം എൻ നമ്പ്യാർ സാറുമായുള്ള ബിസിനസ് ഡീലിംഗ്സിന്റെ ചില പേപ്പേഴ്സാണ് ഈ ബ്രീഫ് കേസിൽ. വൈകുന്നേരം 4 മണിക്ക് നമ്പ്യാർ സാർ നിങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ ഇതൊന്ന് ഏൽപ്പിക്കാമെങ്കിൽ എനിക്ക് അവിടം വരെയുള്ള യാത്ര ഒഴിവാക്കാമായിരുന്നു. ഞാൻ കൊടുത്തേക്കാം. വളരെ ഉപകാരം. സൂക്ഷിക്കണേ, വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സ് അതിനുള്ളിൽ. ഇതെവിടാ ബായി? കാണാനില്ലല്ലോ. ഇക്ക, അത് പിന്നെ ഞാൻ തരാനുള്ള കാശുമായിട്ട് ഇക്ക വീട്ടിൽ വന്ന് കാണാതിരിക്കായിരുന്നു. കായിന്റെ കാര്യം നമ്മൾ ചോദിച്ചാ ഇല്ലല്ല. പിന്നെ ഈ നിക്കാഹിന്റെ വിവരമൊന്നും നമ്മൾ അറിയണ്ടേ? ഞാൻ ഇക്കയോട് പല തവണ പല കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ സത്യ. ഞാൻ ക്ഷണക്കത്ത് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. കൊല്ല, ഇങ്ങള് നമ്മളെ അങ്ങനെ അങ്ങ് മറക്കൂലെന്ന് നമുക്കറിയാം. ആ പിന്നെ ഇങ്ങോട്ട് തരാനുള്ള കായിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണത്തിന് നിങ്ങൾക്ക് കായ് വല്ല ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളി, മടിക്കണ്ട. ആ വേണ്ടേക്ക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇൻഷാല്ലാ. ആ നിക്കി, നിങ്ങൾ ഓഫീസിലേക്കില്ലേ? ഈ ടയർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി തരാം. വേണ്ട, ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പൊക്കോളാം. ആ, നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഇങ്ങക്ക് ഇത് വേണ്ടായിരിക്കും. അയ്യോ, ഇത് മറന്നു വെച്ചിരുന്നെങ്കിൽ വലിയ പുലിവാലായനെ. അങ്ങനെ പറയും. പിന്നെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ശരി ശരി ശരി. നമസ്തേ ജി. വന്ദനം. എന്താ സ്ഥാപനത്തിലേക്കല്ലേ? ഉവ്വ ജി. കറിക്കോളൂ. വേണ്ട, ഞാൻ നടന്നു വന്നോളാം. അനുസരിക്കൂ. ഓ, ഹരിപ്രസാദിന്റെ മനസാന്നിധ്യം പ്രശംസനീയം തന്നെയാണ്. ഏതായാലും സൂക്ഷിച്ചിരുന്നുള്ളൂ. ഓ. ഇതെന്താ പെട്ടിയൊക്കെ ആയിട്ട്? ഇത് വൈകുന്നേരം എം എൻ നമ്പ്യാർ അദ്ദേഹം നമ്മുടെ കാര്യാലയത്തിൽ വരുമ്പോ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വക്കീൽ എന്നെ ഏൽപ്പിച്ചതാ. ആ, ഇപ്പോഴാ ഓർത്തത്. എനിക്ക് നമ്പ്യാരെ അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാ വീട്. ഒരു നിമിഷം അവിടെ കയറിയിട്ട് പോവാം. എന്താ? ആയിക്കോട്ടെ, ഈ പെട്ടി ഇപ്പൊ തന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യാം. ലാൽ ബഹദൂർ, നമ്പ്യാരുടെ വീട്ടിലേക്ക് വിടും.
തള്ളണമായിരിക്കും. തള്ളിയാ നന്നായിരിക്കും. വെട്ടി അകത്ത് വെച്ചിട്ട് വരൂ. വരൂ. എന്താ സഹോദര? ലാൽ ബഹദൂർ, ഏയ്, ഹപ്പ്, ഹപ്പ്, ഹപ്പ്. ഏതായി? ബോംബ് പൊട്ടാനുള്ള സമയമായി. ഉം. എന്റെ ഭഗവതി, എന്താടോ? അയ്യോ ബോംബ്! ബോസ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ? വന്ദനം. മേനോട് നിന്നാ മതി, ഞാനങ്ങോട്ട് വരാം. എനിക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഈ പെട്ടി അങ്ങേക്ക് തരാനുള്ളതാ. ആ പെട്ടി എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? അയ്യോ, എന്റെ പെട്ടി എനിക്ക് വക്കീലിനെ വേണ്ടേ? അയച്ചതാ. കൊണ്ടു കൊടുക്ക. എനിക്ക് വേണ്ട. അങ്ങ് വാങ്ങണം. ഇയാളെന്താ വേണ്ട ഓടി പെട്ടി. കളിക്കുന്നു? വാങ്ങിയേ പറ്റൂ. നമ്പ്യാരെ, കുട്ടിക്കളി മാറിയിട്ടില്ലേ ഇനിയും? പെട്ടി വേണ്ട എനിക്ക്. ഇത് അങ്ങേക്കുള്ളതാണ്. വേണ്ട, വക്കീല് തന്നതാണ്. അത് വേണ്ട എനിക്ക്. എന്താണോ തനിക്ക് ഭ്രാന്ത് പിടിച്ചത്? ആ പെട്ടി വേണ്ട എനിക്ക്. വേണ്ട, വേണ്ട. പിടിച്ചേ പറ്റൂ, പിടിച്ചേ പറ്റൂ, പിടിച്ചു, പിടിച്ചു. എന്താ ഇത്? വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഈ അച്ഛനോട് കണ്ണി കണ്ട ക്രീമുകളൊന്നും ഉപയോഗിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. വിട്ടി, ഇന്നലത്തെ ബോംബിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, എന്നെ കൊല്ലാൻ ആരോ കൊടുത്തച്ച ബോംബാണെന്ന് മേനെ തെറ്റിദ്ധരിപ്പിച്ച ഒരുവിധം രക്ഷപ്പെട്ടത്. ആ ഹരിപ്രസാദ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവൻ എന്തോ സംശയം തോന്നിട്ടാ ആ പെട്ടി എന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നത്. ഒരു ശ്രമം കൂടെ നടത്തിയാലോ? ഐഡിയ, ബെൽറ്റ് ബോംബ്. ഇനി ബോംബേ വേണ്ട. അതും പരാജയപ്പെട്ടാൽ ഞാനാണതിന്റെ പിന്നിൽ നിന്ന് അവർ മനസ്സിലാക്കും. പിന്നെന്ത് ചെയ്യും? കല്യാണം മുടക്കാൻ എന്തെല്ലാം വഴികൾ നടക്കുന്നു. ഇന്നു മുതൽ ഗീതാഞ്ജലിയുടെ ഓരോ നീക്കങ്ങളും നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം. അല്ല, ഗീതാഞ്ജലിയുടെ അച്ഛനോട് ഞാൻ താണ് വീണ് കേണപേക്ഷിച്ചു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഐ ഹാവ് നെവർ മെറ്റ് സച്ച് എ ഹാർഡ് ഹാർട്ടഡ് മാൻ ഇൻ മൈ ലൈഫ്. വിവാഹ തീയതി നിശ്ചയിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒളിച്ചോട്ടം, രജിസ്റ്റർ ഓഫീസ്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ വേണം, കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല. അതിന് ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളൂ, ആൾമാറാട്ടം. കല്യാണ ദിവസം ഞാൻ ഹരിയേട്ടന്റെ വേഷത്തിൽ ഗീതാഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടും. അയ്യോ, അത് പെട്ടെന്ന് കേൾക്കുമ്പോ അപകടം പിടിച്ച ഫാഷനാണെന്ന് തോന്നാം. പക്ഷെ വേറെ മാർഗമില്ല. ഇങ്ങനെ ഒരു നാടകത്തിന് ഹരി സമ്മതിക്കോ? ഉം. അതൊക്കെ ഞാനേറ്റു. ചേട്ടനോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു നോക്കാം. സമ്മതിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇപ്പൊ ആലോചിക്കണ്ട. നമ്മുടെ വിവാഹം കഴിയുന്നവരെ ചേട്ടനെ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്ന കാര്യം എനിക്ക് വിട്ടു തന്നേക്കൂ. നാളെ തന്നെ ചേട്ടന്റെ വേഷത്തിൽ ഞാൻ കമ്പനിയിൽ കയറി പറ്റാം. ഹരിപ്രസാദിനെ വിവാഹം കഴിക്കാൻ ഗീതാഞ്ജലിക്ക് സമ്മതമാണെന്ന് അച്ഛനോട് പറഞ്ഞോളൂ. ഇത്തരത്തിലൊരു ആൾമാറാട്ടത്തിന് ഹരിപ്രസാദ് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഹരി ചെയ്യുന്നതല്ലോ, ഗിരി ജയിക്കുന്നതല്ലേ. അവൻ എനിക്ക് നേരത്തെ അറിയാം. അവൻ ആള് ചില്ലറക്കാരനല്ല. നമ്പ്യാര് പറയുന്നത് സത്യമായാൽ ഹരിപ്രസാദോ ഗിരിപ്രസാദോ എന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, ഇരട്ട സഹോദരന്മാർ പൂജപ്പുരയിലെ കേന്ദ്ര തടവറയിൽ കിടന്ന് വർഷങ്ങളോളം അഴികളെണ്ണേണ്ടിയും വരും.